നമ്മൾ ജീവിതത്തിൽ കാണുന്ന വ്യത്യസ്ത പെരുമാറ്റങ്ങളിലും വ്യത്യസ്ത പെരുമാറ്റമില്ല ആളുകളും ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഈ ബിഹേവിയർ എന്ന് പറയുന്നത്, ഈ പെരുമാറ്റം എന്ന് പറയുന്നത്, അത് പോസിറ്റീവായിട്ടും അഭിനയമാകാം, ഒറിജിനൽ ആവാം. പക്ഷെ കോമൺ ആയിട്ട് എല്ലാ വ്യക്തികൾക്കുമുള്ള ഒരു പെക്യൂലിയാരിറ്റി ഉണ്ട്. ആ പെക്യൂലിയാരിറ്റിയാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ പ്രത്യേകത, ഒരു വ്യക്തിയാവട്ടെ, അതല്ലെങ്കിൽ ഒരു സ്ഥാപനമാകട്ടെ, ഒരു ബിസിനസ് ആകട്ടെ, ഒരു ജോലിയാകട്ടെ, ഫസ്റ്റ് തിങ് ദേ ട്രൈ ടു ഫൈറ്റ് ദ ഓപ്പോസിറ്റ് ടീം. ആദ്യമായിട്ട് നമ്മളവിടെ ഫൈറ്റിംഗ്, അതല്ലെങ്കിൽ അവനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാക്കുക എന്നുള്ളത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനകത്ത് സക്സസ് ആയി കഴിഞ്ഞാൽ ഡൺ. പക്ഷെ ഇതിനകത്ത് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അവൻ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. ആ സ്റ്റെപ്പ് എന്താണ്? ട്രൈ ടു ഫ്രണ്ട്ഷിപ്പ് അതേഴ്സ്. നമുക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല, നമുക്കവരുടെ എതിർത്ത് നിൽക്കാൻ സാധിക്കില്ല, നമുക്കത് ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് അത് ഫ്രണ്ട്ഷിപ്പിലോട്ട് കലാശിക്കും. നിങ്ങൾക്കറിയാം, ഫിലിമിലെ മാമുക്കോയ, ഒരു കുത്തുവീരുന്ന ആളുകളെ ഒരു ഗുണ്ട അവസാനം ഫൈറ്റ് ചെയ്യാൻ വന്നപ്പോൾ അവനോട് ഫ്രണ്ട്ഷിപ്പ് അടിക്കുന്നത് നിങ്ങൾക്കെല്ലാം കണ്ടതാണ്. അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടായിരിക്കും രണ്ടാമത്തെ തവണ കീഴടങ്ങുന്നത്. ഒരിക്കലും ഫ്രണ്ട്ഷിപ്പായ ഈ ഫ്രണ്ട്ഷിപ്പിൽ വഴങ്ങുന്നുണ്ടെങ്കിൽ the chapter will be closed. ഇനി വഴങ്ങുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ ഫ്രണ്ട്ഷിപ്പിന് വഴങ്ങുന്നത്? ടു ട്രൈ ടു ഫൈൻഡ് ഹിസ് വീക്ക്നെസ് ആൻഡ് ബി വിത്ത് ഹിം. അവന്റെ കൂടെ നിർത്താൻ, ഇവന്റെ കൂടെ നിർത്തിയിട്ട് ഇവന്റെ ക്രൈറ്റീരിയ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവന് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇതും വർക്കൗട്ട് ആയില്ല, ഇത് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഇത് അവസാനത്തെ ഒരടവാണ്. ദാറ്റ് വിൽ അടിയറവ് വെക്കുക, അല്ലെങ്കിൽ ഓംബ്ര, അവന് കീഴടങ്ങുക. അപ്പോ ഈ മൂന്ന് ആറ്റിറ്റ്യൂഡ് ബേസിക്കലി ഹ്യൂമൻ ലൈഫിലുള്ളതാണ്. ഏത് പ്രൊഫഷനും ഏത് ലൈഫിനും, നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പില് നിങ്ങളെല്ലാം കേട്ടതാണ്, ഞാനും കേട്ടതാണ്. അപ്പൊ ഇത് കണ്ടതാണ്. ഓക്കെ, ഐ എം ഡോക്ടർ അലി, അലി ക്ലിനിക്, മേലാറ്റൂർ. താങ്ക് യു.